എന്നിൽ നിന്നും പറന്നകന്നോർ പൈങ്കിളി മലർത്തെങ്കിളി പൈങ്കിളി മലർത്തെങ്കിളി. ഇത്ര മതി അല്ലേ? ഇത്ര മതി. എങ്ങനെയുണ്ട് കലോത്സവം ഇവിടെ എത്തിയപ്പോൾ, തൃശ്ശൂർ എത്തിയപ്പോൾ? വളരെ ഭംഗിയായിട്ടുണ്ട്. വളരെ അതിന്റെ വൈബ് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എന്നെ അതിനെ ആസ്വാദനം നടത്തുവാൻ സമ്മതിക്കുന്നില്ല. ആസ്വാദനം ഞാൻ വന്ന കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് ഇവിടെ തന്നെയാണ് ഉള്ളിൽ തന്നെയായിരുന്നു അല്ലേ? നിങ്ങളുടെ ഈ ചാനലുകളിലാണ്. ചാനലാണ്. പക്ഷെ വേറെ താങ്കളെ പോലെ ഒരാൾ ഇവിടെ വരുമ്പോൾ പ്രേക്ഷകർ ചോദിക്കും, ഇവിടെ എത്തിയത് കാണിക്കാൻ ഞങ്ങൾ വിചാരിച്ചാൽ കാണിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ പോവും. ഒന്നാമത് സ്പീഡാണ്, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ തപ്പിയെടുത്ത് കൊണ്ടുവരുന്നതാണ്. അത് തീർച്ചയായിട്ടും സ്പീഡ് കൂടുതലാണ്, എങ്കിലും കാണാൻ സമ്മതിക്കണ്ടേ? അത് വേണം, കാണാൻ സമ്മതിക്കണം. മറ്റൊരു കാര്യം, ഈ തവണത്തെ കലോത്സവം തൃശ്ശൂർ നടക്കുന്നു. ആര് കപ്പടിക്കുമെന്ന് ഒരു പ്രവചനം നടത്താൻ പറ്റും? കോട്ടയം. അത് സ്വന്തം ജില്ലയാണെന്ന് പറഞ്ഞാൽ കോട്ടയം ഒത്തിരി ആര് പറഞ്ഞ പൊറോട്ട? കോട്ടയം പൊറോട്ടാണ്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ പൊറോട്ട എപ്പോ ഇവിടെ തിരിച്ചു വരും? ആ കോട്ടയക്കാരൊക്കെ എപ്പോ ഇവിടെ തിരിച്ചു വരുന്നവരാ? അങ്ങനെ ചരിത്രം പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ചരിത്രം അല്ലേ? കോട്ടയം വരുന്ന ആഗ്രഹം കൊള്ളാം. ആഗ്രഹമല്ലേ, യാഥാർത്ഥ്യം. അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ചെയ്യും. 18-ാം തീയതി ഞാൻ ഒരു ഫോൺ ചെയ്യും. ആ കപ്പ് കോട്ടയത്തേക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് തിരിച്ചെന്ത് വരും? നിങ്ങൾ നെഗറ്റീവില് ചിന്തിക്കും, ഞാൻ പോസിറ്റീവില് ചിന്തിക്കും. ഞങ്ങൾ ജയിച്ചിരിക്കും. ജയിച്ച ചരിത്രം നമുക്കുള്ളൂ. അത്രേ ഉള്ളൂ. ഈ കലോത്സവത്തിനൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഞാൻ എൻ്റെ ചെറുപ്പത്തില് 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു അമ്മൂമ്മയായിട്ട് അഭിനയിച്ച് ഒരു ഫാൻസി ഡ്രസ്സിൽ ഫസ്റ്റ് കിട്ടി ക്ലാസ്സിൽ, സ്കൂളില്. പിന്നെ ഉപജില്ലയിൽ പോയി കിട്ടിയില്ല. അവിടെ നിന്നു. അവിടെ നിർത്തിക്കോളാൻ പറഞ്ഞു. കാരണം ആദ്യത്തെ ദിവസം കിട്ടാനുള്ള കാരണം അവിടെ ചെന്നപ്പോൾ ശരിക്കും വിറച്ചു. നല്ല പ്രായമായിട്ടിരിക്കുന്നവരല്ലേ, അപ്പൊ അതൊക്കെ ഒറിജിനാലിറ്റി തോന്നി. അത് കൊള്ളാം. വീട്ടില് മറ്റുള്ളവരോ പെങ്ങന്മാരൊക്കെ എല്ലാരും? എന്റെ 2ാം സിസ്റ്റർ ആണെങ്കിൽ ഓട്ടത്തിലാണ്, മൂത്ത സിസ്റ്റർ ആണെങ്കിൽ പാട്ട്. നമ്മളാണെങ്കിൽ പുള്ളിക്കാരത്തി ഡാൻസിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇതിൽ അവിടെ വെച്ച് നിർത്തി. ഞാൻ അങ്ങനെ അവിടെ ഞാൻ എന്റെ പിന്നെ ICSE-യിലാ. ഞങ്ങൾക്ക് പിന്നെ കലോത്സവം ഇല്ലല്ലോ. സ്കൂളിനകത്ത് പിന്നെ ICSE ജില്ലയിലൊക്കെ പോയിട്ടുണ്ട്. അവിടെ വരെ പോകാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മളെ വേദിയിലെത്തുമ്പം ഉമ്മൻചാണ്ടി സാറിനെ ഓർക്കാതെ പോകാൻ പറ്റില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് എത്രയോ കലോത്സവം, അന്നൊക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. ഞാൻ അന്ന് ഇന്ത്യ വിഷൻ റിപ്പോർട്ട് TV-ലൊക്കെ ഉള്ള കാലഘട്ടത്തിൽ പോയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു ഓർമ്മയിലേക്ക് വരുമ്പോൾ, കലോത്സവം കാണുമ്പോൾ ഒരു ഓർമ്മ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ? അല്ല, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന പല സമയത്തും നടത്തിയ കലോത്സവങ്ങൾ, അതിൽ ഞാൻ പോയി പങ്കെടുക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വളരെ പേഴ്സണൽ ഇൻട്രസ്റ്റ് എടുക്കുമായിരുന്നു അതിൻ്റെ ഓർഗനൈസേഷനിൽ, അതിൻ്റെ കാര്യങ്ങൾ നടത്തിപ്പിലൊക്കെ. അപ്പം അതാണ് എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു കാര്യം. ഇലക്ഷൻ വരവാണ്, ഇലക്ഷൻ്റെ സമയമാണ്. ആ സമയത്താണ് കലോത്സവത്തിലേക്ക് നമ്മൾ ഇലക്ഷൻ നേരിടാൻ പോവാണ്. എങ്ങനെയാണ്? UDF ജയിക്കും, സംശയമുണ്ടോ? എന്ത് സംശയം? UDF ജയിക്കും. ഒറ്റ വാക്കിന് പറയും. ഉമ്മൻചാണ്ടി സർക്കാരിന് ശേഷം വീണ്ടും ഒരു കോൺഗ്രസ് നേതാവ് നയിക്കുന്ന UDF സർക്കാർ മെയിൽ വരും. ആരാന്ന് നേതാവ് ആരാന്ന് പറയാൻ പറ്റില്ല. അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. മത്സരിക്കുന്നില്ലേ? ഏതാ മത്സരത്തിനില്ലേ? അല്ല, ഞാൻ പറയാം, പാർട്ടി എല്ലാം തീരുമാനിക്കുന്നത്. എല്ലാം പാർട്ടി തീരുമാനിക്കും. പക്ഷെ പെങ്ങന്മാര് മത്സരത്തിനുണ്ടെന്ന് പറയണ കേട്ട് എന്റെ അടുത്ത് പറഞ്ഞില്ല എന്നുള്ളതാണ്. നിങ്ങളാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളിനി എന്റെ വീട്ടിലെ എന്റെ അനന്തരവും മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കി എല്ലാവരെയും മത്സരിപ്പിച്ചിട്ടുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടോടോ. ബാക്കി എല്ലാവരും മത്സരിപ്പിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. അല്ല, പുള്ളിക്ക് 25 ആയിട്ടില്ല, അതുകൊണ്ടാണ് പേര് കൊടുക്കാത്തത്. അതുകൊണ്ടാണല്ലേ. പക്ഷെ എന്നാലും പെങ്ങന്മാര് മത്സരത്തിന് വന്നാൽ എങ്ങനെ ഉണ്ടാവും? അവരില്ലാന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാ വരുന്നത്? ഇല്ലാന്ന് ഉറപ്പിച്ചോ? രണ്ടുപേരും എന്റെ അടുത്ത് പറഞ്ഞു ഇല്ലാന്ന് പറഞ്ഞു. നിങ്ങൾ പക്ഷെ വീണ്ടും സ്പെക്കുലേറ്റ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും മത്സരിപ്പിക്കുന്ന ഒരു ആഗ്രഹം കൂടെ നമുക്ക്. ഞാൻ പറയുന്നത് എന്റെ അനന്തരവനോട് ഒന്ന് പറയണോ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അനന്തരവൻ ഒന്ന് പറയേണ്ടി വരും അല്ലേ? ഓരോ ഇലക്ഷൻ കഴിയുന്നോറും, ഇപ്പം ആദ്യ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പം അടുത്ത ഇലക്ഷൻ നേരിടാൻ പോവാണ് നമ്മൾ. പാർട്ടി, ഞാനിപ്പോൾ കോൺഗ്രസിലേക്ക് തന്നെ വരാം. പാർട്ടി ചില പ്രതിസന്ധി ഘട്ടത്തിലൂടെ പോകുന്ന ഒരു സമയമാണ് അല്ലേ? രാഹുൽ മാങ്കട്ടൻ്റെ കേസിലൂടെ പ്രതിസന്ധി ഘട്ടത്തിലൂടെ പോകുന്ന സമയമാണ്. അതിൻ്റെ ഇടയ്ക്ക് LDF-ലാണെങ്കിൽ സ്വർണ്ണക്കൊള്ളയുമായിട്ട് പോകുന്നു, ശബരിമല സ്വർണ്ണവുമായിട്ട്. അങ്ങനെ രാഷ്ട്രീയത്തിൽ വലിയ ബഹളങ്ങൾ നടക്കുകയാണ്. ഈ വോട്ട് ചെയ്യുന്ന വിജയിക്കുന്ന വോട്ടർമാർ എങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കും? അല്ല, UDF-ന്റെ 5 വർഷത്തെ ഭരണം ഇതിനു മുമ്പുള്ളത് ജനങ്ങളുടെ മുന്നിലുണ്ട്. കണ്ണൂർ എയർപോർട്ട്, കൊച്ചി മെട്രോ, വീഴ്ചം പോർട്ട്, എല്ലാ ജില്ലയിലും മെഡിക്കൽ കോളേജ്, ജനസമ്പർക്ക പരിപാടി അടക്കം കേരളത്തിൻ്റെ ഇന്നത്തെ മുഴുവൻ ആക്ടിവിറ്റീസിൻ്റെയും ബേസ് അവിടെ കിടക്കുകയാണ്. അപ്പം അതിന് തുടർച്ചയാണ് അടുത്ത UDF സർക്കാർ. അപ്പം എന്താണ് ഞങ്ങൾ പറയുന്നത് അത് തന്നെ ചെയ്യത്തുള്ളൂ. ആ പറയുന്നതും ചെയ്യുന്നതായിട്ട് യാതൊരു വ്യത്യാസവുമില്ല. അത് UDF-ൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. UDF 11 മുതൽ 16 വരെ ഉണ്ടായിരുന്ന സർക്കാരിൻ്റെ അതേ റിപ്ലിക്ക, ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഏറ്റവും പാവപ്പെട്ടവനെയും കരുതും, ഏറ്റവും ഉയർന്ന വ്യക്തിയും കരുതും. രണ്ടുപേരെയും ചേർത്ത് പിടിക്കുന്ന സമീപനമായിരിക്കും UDF-ൻ്റെത്. അതാണ് കഴിഞ്ഞ കാലം UDF-ന് ഭാഗത്തുനിന്നുണ്ടായത്. ഉമ്മൻചാണ്ടി സാറിന്റെ മരണത്തിന് ശേഷമാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. രാഷ്ട്രീയം ഉണ്ടായിരുന്നു, എനിക്ക് പാർലമെന്ററി രാഷ്ട്രീയ യൂത്ത് കോൺഗ്രസിലൂടെ ഒക്കെ വന്നിട്ട് സജീവമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു. അപ്പോഴൊക്കെ അന്ന് തന്ന ഒരു ഉപദേശം എന്തായിരുന്നു അച്ഛൻ? അല്ല, എല്ലാവരെയും കേൾക്കണം,
എല്ലാവരോടൊപ്പം അവരുടെ പ്രശ്നങ്ങളിൽ ചെന്ന് ഇടപെടാൻ ശ്രമിക്കണം. നമ്മുടെ സൈഡ് ക്ലിയർ ആണെങ്കിൽ ഒന്നിനെ പേടിക്കാൻ, നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പം നമ്മളെപ്പോഴും കമ്പോസ്റ്റ് ആയിരിക്കണം, നമ്മളെപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കണം, നമ്മുടെ നിയമത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം. അമ്മയുടെ അനുഗ്രഹം എന്നുമുള്ള ഒരാൾ മകനാണ്, ഒരു മോനാണ് അല്ലേ. അച്ഛൻ മരിച്ചോട്ട് എല്ലാ കുടുംബ ബാധ്യതയും ഏറ്റെടുത്തിരിക്കുകയാണ്. അമ്മ എന്താണ് പറയാറുള്ളത്? ഇലക്ഷൻ്റെ വീട്ടിൽ ആളുകൾ വരാറുണ്ട്, കാണാൻ വരാറുണ്ട്, ആ സമയത്തൊക്കെ എന്താണ്? അല്ല, അമ്മ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനൊക്കെ പാർട്ടിക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയാണ്. അങ്ങനെയുള്ള പ്രചരണത്തിൽ ഇനിയും അമ്മ കാണുമായിരിക്കും. ഈ ശശി തരൂർ അങ്ങനെ ആടിയും ഉലഞ്ഞും നിൽക്കുന്നൊക്കെ പറയുന്നത് ഇല്ല, കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഫുൾ ടൈം ഞങ്ങളുടെ കൂടെ ഈ വയനാട് ഉണ്ടായിരുന്ന പരിപാടിക്ക്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന വളച്ചില്ല, എല്ലാം നമ്മുടെ തലയിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന വളച്ചില്ല. ഓരോ സമയത്തും ഓരോ രാഷ്ട്രീയം അല്ലേ അതെ, പല ആളുകൾക്കും. പക്ഷേ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവ്, ഞാനൊക്കെ ഉമ്മൻചാണ്ടി സാറിനെ കണ്ടു വളർന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ എടുക്കാൻ ഭാഗ്യമുണ്ടായ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ കൂടെ ഈ സ്റ്റേജിൽ ഈ കലോത്സവത്തിൽ നിൽക്കാൻ കഴിയുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. താങ്ക് യു സോ മച്ച്. എന്താണ് തിരിച്ചും ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. നിങ്ങളെപ്പോലുള്ള ചാനൽസ് എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ കാണിക്കുന്ന സ്നേഹം, താല്പര്യം, അതുപോലെ എന്നെ കൊണ്ട് പാടിക്കുന്നതൊക്കെ അവരോട് ചെയ്യുന്ന ദ്രോഹമാണെങ്കിലും എനിക്കൊരു സന്തോഷമാണല്ലോ. ആരെങ്കിലും ദ്രോഹിക്കാൻ കിട്ടുന്ന ഒരവസ്ഥ. അതെ അതെ. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഈ കലോത്സവം വന്ന് എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ മാധ്യമങ്ങളിലൂടെ കാണുക. നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഭാവി, നമ്മുടെ കേരളത്തിൻ്റെ ഭാവി, അവരെ വളർത്തിയെടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക്. അവരോടൊപ്പം നമുക്ക് നിൽക്കാം, ഈ നാടിനെ വളർത്താം. നമസ്കാരം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. എന്തായാലും രാഷ്ട്രീയവും അതിനിടയ്ക്ക് കലോത്സവ ജീവിതവും എല്ലാം തുറന്ന് ഒരു പാട്ടും പാടിയാണ് ചാണ്ടി ഉമ്മൻ നമ്മുടെ വേദിയിൽ നിന്നും പോകുന്നത്. കലോത്സവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, പല മത്സരങ്ങൾ നടക്കുന്നു. നമ്മൾ ഈ കലോത്സവം നിങ്ങളുടെ റൂമുകളിലേക്കും നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്കും യൂട്യൂബിലൂടെ എത്തിക്കുന്നത് വണ്ടു ടോക്സ് ആണ്. അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മൈജിയാണ്, അതോടൊപ്പം IFA ആണ്, അതോടൊപ്പം പുതിയ സിനിമയായ ചത്ത പച്ചയും ചേർന്നാണ് ഈ സിനിമ, ഈ പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജിയാണ് ഫ്യൂച്ചർ.